നിങ്ങളുടെ ആ ഒരു ചെറിയ ഉമ്മ നിങ്ങളുടെ പൊന്നോമനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യാവസ്ഥ അറിയാതെ ആരും ഈ തെറ്റ് ചെയ്യരുത്. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഒരു പുതിയ അതിഥി വന്നാൽ എല്ലാവർക്കും സന്തോഷമാണ്. വിരുന്നുകാരുടെ തിരക്കായിരിക്കും. വരുന്നവർക്കെല്ലാം കുഞ്ഞിനെ എടുക്കണം, കൊഞ്ചിക്കണം, ഉമ്മ വയ്ക്കണം. ആ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്കും സന്തോഷം തോന്നും. പക്ഷേ നമ്മൾ ഈ കാണിക്കുന്ന അമിത സ്നേഹം ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു നേഴ്സ് എന്ന നിലയിൽ ആശുപത്രിയിലെ ICUവിൽ ഞാൻ കണ്ട പല നെഞ്ചു പൊള്ളിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇത് കേവലം ഒരു വീഡിയോ അല്ല, എല്ലാ അമ്മമാർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. കുഞ്ഞിൻ്റെ പ്രതിരോധശേഷിയെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരവും നവജാത ശിശുവിൻ്റെ ശരീരവും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കൊരു നിസാര ജലദോഷം വന്നാൽ നമ്മൾ മരുന്ന് പോലുമില്ലാതെ അതിജീവിക്കും. കാരണം നമ്മുടെ പ്രതിരോധശേഷി അത്രയും ശക്തമാണ്. എന്നാൽ ആ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെയല്ല. പുറം ലോകത്തെ അണുക്കളുമായി പോരാടാൻ അവരുടെ ശരീരം പഠിച്ചു വരുന്നതേയുള്ളൂ. അവർക്ക് എല്ലാ വാക്സിനുകളും കിട്ടിയിട്ടില്ല. മുതിർന്നവരുടെ വായിലും കയ്യിലുമുള്ള ലക്ഷക്കണക്കിന് അണുക്കൾ കുഞ്ഞിൻ്റെ ഉള്ളിലെത്തിയാൽ അത് അവരുടെ അവയവങ്ങളെ ബാധിക്കാൻ നിമിഷ നേരം മതി. അതുകൊണ്ട് ഉമ്മ എന്നത് വെറുമൊരു ചുംബനമല്ല, അണുക്കളുടെ കൈമാറ്റമാണ്. ഹെർപ്പസ് എന്ന നിശബ്ദനായ കൊലയാളിയെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് ഏറ്റവും പ്രധാനം. മുതിർന്നവരുടെ ചുണ്ടിലോ വായിലോ ഉള്ള ചെറിയ തടിപ്പുകൾ കോൾഡ് സോഴ്സ് എന്ന് പറയും. കണ്ടിട്ടുണ്ടോ? ഇതിന് കാരണമാകുന്നത് ഹെർപെക്സ് സിംപ്ലെക്സ് വൈറസ് ആണ്, അതായത് HSV. നമുക്കിത് വെറും ഒരു തടിപ്പ് മാത്രമാണ്. പക്ഷേ ഈ വൈറസ് ഉള്ള ഒരാൾ കുഞ്ഞിൻ്റെ മുഖത്തോ കൈകളിലോ ഉമ്മ വെച്ചാൽ ആ വൈറസ് കുഞ്ഞിൻ്റെ തലച്ചോറിനെയും ആന്തരിക അവയവങ്ങളെയും ബാധിക്കും. ഇതിനെ നിയോനേറ്റൽ ഹെർപ്പസ് എന്നും പറയും. വിദേശ രാജ്യങ്ങളിൽ ഇതിലൂടെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഈ കരിയറിൽ തന്നെ പനി വന്ന് തളർന്നു പോയ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഓർക്കുക, നിങ്ങൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അവരെ വേദനിപ്പിക്കാനാകരുത്. വിരുന്നുകാരും കാരണവർ രാഷ്ട്രീയവും. ഇനി മറ്റൊരു കാര്യം, വീട്ടിൽ വരുന്ന വിരുന്നുകാരോടോ അമ്മായിയോടോ അമ്മൂമ്മമാരോടോ കുഞ്ഞിനെ ഉമ്മ വയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ എന്ന് നമ്മൾ പേടിക്കും. ഞങ്ങൾ എത്ര പിള്ളേരെ വളർത്തിയതാ എന്ന ഡയലോഗും വരും. സ്നേഹത്തിൻ്റെ പേരിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം വെച്ച് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അവരോട് സ്നേഹത്തോടെ തന്നെ പറയണം. ഡോക്ടർ കർശനമായി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറവാണ്, അതുകൊണ്ട് കുറച്ച് മാസം ശ്രദ്ധിക്കണമെന്ന്. മുഖത്ത് നോക്കി പറയാൻ മടിക്കരുത്. കാരണം നാളെ കുഞ്ഞിന് വല്ലതും പറ്റിയാൽ ഈ പറയുന്നവർ ആരും കൂടെയുണ്ടാവില്ല. ഈ വീഡിയോ കാണുന്ന ബന്ധുക്കളോടായി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിരുന്നുകാർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുഞ്ഞിനെ തൊടുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക. പുക വലിക്കുന്നവർ ആ വസ്ത്രത്തോടെ കുഞ്ഞിനെ എടുക്കരുത്. ഒരു നിസ്സാര ജലദോഷം പോലും ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് പോകരുത്. കുഞ്ഞിൻ്റെ ചുണ്ടിലോ കവിളിലോ കൈകളിലോ ഉമ്മ വയ്ക്കരുത്. അമിതമായി പെർഫ്യൂം ഉപയോഗിക്കരുത്. കുഞ്ഞിന് ശ്വാസം മുട്ടൽ വരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ചാനലിലൂടെ കിട്ടുന്ന ഓരോ സപ്പോർട്ടും വളരെ വിലപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.